നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ യുദ്ധസമാനമായ അന്തരീക്ഷം നമ്മളേവരും കണ്ടതാണ്. പഹൽഗാമിലേക്ക് എത്തിച്ചേർന്ന വിനോദസഞ്ചാരികളെ ആക്രമിക്കാൻ, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ, കശ്മീരിലെ ക്രമസമാധാന നില തകർക്കാൻ, അതുപോലെ തന്നെ അവിടുത്തെ ബിസിനസ് വാണിജ്യ രംഗങ്ങളെയൊക്കെ തകർക്കാൻ വേണ്ടി പാകിസ്ഥാൻ ആസൂത്രണം ചെയ്ത തീവ്രവാദ ആക്രമണമായിരുന്നു പഹൽഗാമിൽ ഉണ്ടായതെന്ന് നമുക്ക് ഏവർക്കും അറിയാം. നിരപരാധികളായ മനുഷ്യരാണ് അതിൽ കൊല്ലപ്പെട്ടത്. എന്നാൽ ഇന്ത്യ ലക്ഷ്യം വെച്ചത് അവിടുത്തെ തീവ്രവാദ ക്യാമ്പുകളെയായിരുന്നു. ഇന്ത്യയുടെ അത്യന്താധുനികമായ യുദ്ധ ഉപകരണങ്ങൾ കൊണ്ട് ഇന്ത്യ ലക്ഷ്യം കാണുകയും ചെയ്തു. സത്യത്തിൽ പാകിസ്ഥാൻ ഭയന്ന് വിറയ്ക്കുകയും അവസാനം ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. ഏതായാലും ഈ പശ്ചാത്തലത്തിൽ ഇനി വേണമെങ്കിലും ഇന്ത്യ തിരിച്ചടിക്കുമെന്ന വ്യക്തമായ സന്ദേശം നൽകിയിട്ടുമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ 2000 കോടി രൂപ മുടക്കിക്കൊണ്ട്, ഈ സാഹചര്യത്തിലാണ് 2000 കോടി രൂപ മുടക്കിക്കൊണ്ട് പുതിയ ആയുധങ്ങൾ വാങ്ങാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നത്. രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് 2000 കോടി രൂപയുടെ പുതിയ തരത്തിലുള്ള ആയുധങ്ങൾ ശേഖരിക്കാനായി ഇന്ത്യ ഇപ്പോൾ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. കമ്പനികളുമായി ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. 1981.90 കോടി രൂപയ്ക്കാണ് ആയുധങ്ങൾ വാങ്ങുക. ഇതിന് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഡ്രോണുകൾ ഉൾപ്പെടെ വാങ്ങുന്നതിന് മൊത്തം 13 കരാറുകൾ ഇപ്പോൾ നിലവിൽ ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടിയന്തര ആയുധ സംഭരണത്തിനായാണ് 2000 കോടി രൂപ ഇപ്പോൾ അനുവദിക്കാൻ പോകുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഭീകരവാദ ഭീഷണികൾ നേരിടുന്നതിനും ഡ്രോണുകളെ പ്രതിരോധിക്കാനും സൈനികരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനും ആക്രമണശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള പ്രതിരോധ ഇടപെടൽ, അത്തരത്തിലുള്ള ഇടപെടലിന് വേണ്ടിയുള്ള ആയുധങ്ങളാണ് ഇപ്പോൾ സംഭരിക്കാനായി ഒരുങ്ങുന്നത്. ഇന്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇൻഡിക്ഷൻ സിസ്റ്റം, ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാർ, വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം, അതിൻ്റെ ലോഞ്ചറുകളും മിസൈലുകളും, വിദൂര നിർമ്മിത നിരീക്ഷണ ഡ്രോണുകൾ, ലോയിറ്റിംഗ് മ്യൂണിഷൻസുകൾ, ചെറുകിട ഡ്രോണുകൾ, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്, വെടിയുണ്ടകളെ പ്രതിരോധിക്കുന്ന ഹെൽമെറ്റുകൾ, കവചിത വാഹനങ്ങൾ, തോക്കുകളിൽ ഘടിപ്പിക്കാവുന്ന രാത്രിയിലും കാഴ്ച നൽകുന്ന നൈറ്റ് സൈറ്റ് സംവിധാനം എന്നിവയാണ് അടിയന്തര നടപടിയായി ഇപ്പോൾ വാങ്ങാനായി ഒരുങ്ങുന്നത്. സേനയെ ആധുനികവൽക്കരിക്കുക, കൂടുതൽ കരുത്തുറ്റതാക്കുക, ഉയരുന്ന പുതിയ കാല ഭീഷണികളെ നേരിടാൻ സജ്ജമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് തീർച്ചയായും ഇന്ത്യ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കുന്നത്. ഏതായാലും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് എക്കാലവും എല്ലാവർക്കും മതിപ്പാണ്. പ്രതിരോധ സംവിധാനങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വളരെ ശക്തമായിട്ടുണ്ടാനും അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഒരു വെടിനിർത്തലിലേക്ക്, അല്ലെങ്കിൽ പാകിസ്ഥാൻ മുട്ടുമടക്കേണ്ടി വരുന്ന കാഴ്ച നമ്മുടെ മുന്നിലുണ്ടായത്. പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളെ വരെ അവിടെ ചെന്ന് അവിടുത്തെ സൈനിക കേന്ദ്രങ്ങളെ വരെ ആക്രമിക്കാനും ഡ്രോണുകളെ എല്ലാം തന്നെ നിഷ്ഫലമാക്കാനും വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കേവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ സേനയെ കൂടുതൽ നവീകരിക്കുന്നതിലൂടെ രാജ്യത്തിൻ്റെ സ്ഥിരതയും ശക്തിയും, രാജ്യം മറ്റ് ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനുമൊക്കെ കൂടുതൽ സുസ്ഥിരമായ രീതിയിൽ രാജ്യം നിലനിന്ന് പോരാൻ ഈ സേനയുടെ ഇത്തരത്തിലുള്ള ആയുധവൽക്കരണത്തിലൂടെ, നല്ല നല്ല ആയുധങ്ങൾ വാങ്ങിയെടുക്കുന്നതിലൂടെ, പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിലൂടെ സാധിക്കുകയും ചെയ്യും. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.